ഒരു ചിക്കൻ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. ഹലോ, അതൊരു ചിക്കൻ സലാഡിൻ്റെ റെസിപ്പി ഞാൻ വ്ളോഗ്. എന്താണോ ഇതിലെന്ത് കോലം, ഇത് എന്താ ഇത്? ഇനി എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷനാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഹണി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ സലാഡിൻ്റെ ഫൈനൽ രൂപം. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കുക്കിങ്ങിലായിരുന്നു. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് ആലോചിച്ചത് എന്നാൽ പിന്നെ ഇതൊരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യാൻ. ആദ്യം ഞാനവിടെ കിച്ചണിൽ ഇരുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ സെൻട്രൽ ഹാളായിട്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഒട്ടും കേൾക്കൂല. നമ്മളെ കണ്ടുകൊണ്ടിരുന്നാൽ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ മറ്റേ സ്പൂണും കാര്യങ്ങളും നിരത്തി വെച്ചിട്ട് കാണിക്കാൻ പറ്റില്ല. മൊത്തം അവൻ അലങ്കോലാക്കി ഇരിക്കുകയാണ്. ജസ്റ്റ് കാണിക്കും. ഹലോ, അവിടെ കളിക്കുന്ന. അപ്പോൾ ഞാൻ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു പരീക്ഷണമാണ്, ഒരു ചിക്കൻ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. ചെറിയ രീതിയിൽ ഡയറ്റ് തുടങ്ങാനുള്ള പ്ലാനിങ് ഒക്കെ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സലാഡിൻ്റെ റെസിപ്പിയെല്ലാം നോക്കി വെക്കുന്നതിനിടയിലാണ് ഈ ചിക്കൻ സലാഡിൻ്റെത് കണ്ടത്. ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നല്ല, ഇത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ആയിരിക്കും മേ ബി. അപ്പം സംഭവം ഞാൻ ചിക്കൻ സലാഡിൻ്റെ റെസിപ്പി ഞാൻ വ്ളോഗ് എന്താണോ അപ്പം ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുക്കിംഗ് വീഡിയോൻ്റെയൊക്കെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ആൾക്കാർ ഇത്ര സ്പീഡിൽ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഫുഡ് ആക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യും. പറ്റുന്ന വിഷ്വൽസ് എടുക്കാം. കാരണം ഇയാൾ എത്രത്തോളം സഹകരിക്കുന്നു, ഇയാൾ എത്രത്തോളം സഹകരിക്കുന്നു അതിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. അപ്പം ഞാൻ ഹറിബറിയായിട്ട് ഓരോന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചതിന് ശേഷം ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാൽ, ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ ഓഡിയോ കൊടുക്കുമ്പോൾ ഒച്ചയാക്കിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റെ മോൻ്റെ ഒരു പ്രത്യേകത. ചുണ്ടണി ഇതാരി തമ്മിൻ്റെ വാവയോ. സ്വീറ്റ് പൗഡർ കൊടുത്തിട്ട് മൊത്തം ആക്കി വെച്ചിട്ടുണ്ട് ഡ്രസ്സിലെല്ലാം. അപ്പം അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ ബാക്കി പരിപാടികളെല്ലാം വേഗം കാണിച്ചു തരാം. കുക്കുംബറും അതുപോലെ തന്നെ ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ റോ ആയിട്ട് ചേർക്കേണ്ടതായതുകൊണ്ട് ഇത് പിന്നെ അതിന് വേറെ അരിഞ്ഞു വെച്ചു. പിന്നെ ഞാനിതാ ഇത് ബ്രക്കോളിയും അതുപോലെ തന്നെ എന്താ പറയുക പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങും കൂടെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞളുള്ള വെള്ളത്തിലിട്ട് കഴുകി അതിനുശേഷം തിളച്ച വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി അതിപ്പം സ്റ്റീം ചെയ്ത് ആവിക്കിട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ വെറും ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെക്കണം. ഇനി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം അതിനെ എടുത്ത് വെക്കണം. ജസ്റ്റ് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. കുട്ടാടിന് ഓൾറെഡി ചോറുണ്ട്. കുട്ടാടിന് ചോറ് നിർബന്ധമാണ്. അതുകൊണ്ട് സലാഡെല്ലാം സൈഡായിട്ട് കഴിക്കുന്നില്ലാണ്ട് മെയിൻ കോഴ്സായിട്ട് കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റാക്കുള്ള ക്വാണ്ടിറ്റി മാത്രമേ ആക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത്ര കുറച്ച് ചിക്കനെല്ലാം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു എഗ്ഗ് എടുക്കണം. കുറച്ച് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഞാൻ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുക. കാരണം ഞാനൊന്നും പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം കുറച്ചധികം സാധനങ്ങൾ വേണം. ഞാൻ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതിലിടക്ക് ചെറിയ ക്ലിപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് വെക്കാം. ഇതിലെന്ത് കോലം, ഇത് എന്താ ഇത്? ഇന്ന് നമ്മൾ എടുക്കുന്നത് ഒരു മുട്ടയിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കാമെന്ന് പറഞ്ഞല്ലോ. മുട്ട അങ്ങനെ ചിക്കി എടുക്കണം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ എനിക്ക് കറിക്കടത്തിട്ട് പക്ഷെ മറന്നു പോകുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഉണ്ടാ ഒരാൾ അവിടെ നിന്ന് ഒച്ചയാക്കുന്നുണ്ടോ? ഞാൻ വായ തുറക്കുമ്പോൾ ഒച്ചയാക്കാൻ തുടങ്ങും. അപ്പോൾ ഇനി നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇത്ര സമയം എക്സോസ്റ്റിംഗ് ഫാൻ ഇട്ടിട്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് ഭയങ്കര കരകര ഉണ്ടാവുമായിരിക്കും. ഞാൻ കണ്ടിട്ടില്ല ആ സാധനം. അപ്പം ഇവിടെ എല്ലാം ഞാൻ പൂക്കളായിട്ടുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇനിയിപ്പം ജസ്റ്റ് ഇതൊക്കെ കൂടി ഒന്നിലേക്ക് ഇടണം, മിക്സ് ചെയ്യണം, അത്രയും പരിപാടിയൊക്കെയുള്ള ബാക്കിയെല്ലാം സെറ്റാണ്. ഇതൊരു കുഞ്ഞു വ്ളോഗായിരിക്കും. ഞാൻ ജസ്റ്റ് എനിക്ക് ഷോർട്സ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഡിറ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വിചാരിച്ചു
വലിയ വീഡിയോ ആയിട്ട് എടുക്കുകയാണ്, അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഉള്ളത് ഇത്രയും വെജിറ്റബിൾസ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പല സാധനങ്ങൾ, അതായത് മഷ്റൂം ആഡ് ചെയ്യുക, അതുപോലെ തന്നെ കോളിഫ്ലവർ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനവും, ഈ ചന്ന മസാല പറഞ്ഞിട്ടുള്ള കടലയില്ലേ അത്, പിന്നെ ഗ്രീൻ പീസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുക്കുംബർ, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ മല്ലിയില ഇടുമോ എന്നറിയില്ല. ഇത് എൻ്റെ ടൈപ്പ് ഒരു സലാഡാണ്, നിങ്ങൾ മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് ട്രൈ ചെയ്യരുത്. പിന്നെ ക്യാബേജ് ഉണ്ട്, പിന്നെ ചിക്കൻ നേരത്തെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് ഇച്ചിരി അധികം ഫ്രൈ ആയിപ്പോയി ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിന്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഷാലോ ഫ്രൈ മാത്രം, ഷാലോ ഫ്രൈ എന്നല്ല പറയാം, എന്താ പറയുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി. പിന്നെ ഇത് ഞാൻ ഉച്ചക്കാക്കിച്ച് മെഴുക്കുരട്ടിയായിരുന്നു. അപ്പോൾ പയറ് പിന്നെ വേവിക്കേണ്ടത് കൊണ്ട് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് ആക്കിയിട്ടുള്ളൂ. വേറൊന്നും അതിനകത്ത് എക്സ്ട്രാ, കുറച്ച് ഓയിലുണ്ട്, വേറൊന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അത് പിന്നെ ഉള്ളത് എഗ്ഗ്, അതുപോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുത്തതാണ്. പിന്നെ കുറച്ച് ഓണിയൻ, പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രക്കോളിയും ഉരുളക്കിഴങ്ങുമാണ്. ഇനി ഇതിനകത്തേക്ക് ഇടേണ്ടത് ഞാൻ കുറച്ച് ഒരു സീസണിങ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഓറിഗാനോ അത് ഇടുന്നുണ്ട്. പിന്നെ ഇടുന്നത് സാൻഡ്വിച്ച് സ്പ്രെഡ് ചെയ്ത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇതെൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇടുന്നതാണ്. പിന്നെ എഗ്ലെസ് മയോണൈസ് ഞാൻ യൂസ് ചെയ്യുന്നത്, മയോണൈസാണ് മെയിൻ സാധനം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, ഇതൊക്കെ അഡീഷണൽ ആണ്. ഇത് വേണമെങ്കിൽ ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ കറക്കി പെറുക്കിയെടുത്ത് ഇതിനകത്ത് ഇടുന്നതാണ്. പിന്നെ വേണ്ടത് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും. ഇനി എൻ്റേതായ ഒരു കോൺട്രിബ്യൂഷനാണ് ഇത്, നിങ്ങൾ ട്രൈ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഹണി, തേനും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്, എന്താവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസിന് പുറമെ ഫ്രൂട്ട്സ് ചേർക്കാം, ആപ്പിൾ, അതുപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ എന്താ പറയുക, പോംഗ്രനേറ്റ് അത് ചേർക്കാം, ഉറുമാമ്പഴം അത് ചേർക്കാം. പിന്നെ അങ്ങനെ ചേർക്കാൻ പറ്റിയ എന്താ പറയുക, പൈനാപ്പിൾ അതൊക്കെ ചേർക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാൻ പറ്റുന്നതൊക്കെ ചേർക്കാം. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ഇതൊന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്യട്ടെ. ബൗൾ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഇനി ഈ സാധനങ്ങൾ മൊത്തം ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. കാരണം ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കാൻ ഒരു കൈ കൊണ്ട് ഇടാൻ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് എല്ലാം ഇതിനകത്തേക്ക് ഇടാം. ചെയ്ത് വെച്ചതും വേവിച്ച് വെച്ചതുമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും, അതുപോലെ തന്നെ എഗ്ഗും, അതുപോലെ തന്നെ ചിക്കനും, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് എല്ലാ വെജീസും മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പൊടിക്ക് ഉപ്പേ ചേർക്കുന്നുള്ളൂ, പൊടിക്കൊപ്പ. പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് പെപ്പറും കൂടെ ഒന്ന് ഇതായി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മളിത് നല്ല സെറ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒറിഗാനോ സീസണിങ്സ് ഇട്ട് കൊടുക്കാം. സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കെല്ലാം ഉണ്ടാവും. അതെൻ്റെ മോൻ ഇവിടെ നിന്ന് എല്ലാം എടുത്ത് എറിയുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഇത് കുറച്ചേ ഉള്ളൂ സീസണിങ്സ്, ഇത് ഒരുപാട് വേണ്ട. കാരണം ഒറിഗാനോൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഒറിഗാനോ ഇട്ട ശേഷം ഞാൻ കുറച്ച് മയോണൈസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എൻ്റെ ആദ്യത്തിനടുത്ത് ഞാനിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്, അതാ ഇങ്ങനെ ഒരുമാതിരി സിനിമാറ്റിക് എഫക്റ്റൊക്കെ കിട്ടുന്നത്. അപ്പം ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക്. ഇതിനകത്തേക്ക് സാൻഡ്വിച്ച് സ്പ്രെഡും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു പൊടിക്ക് സാൻഡ്വിച്ച് സ്പ്രെഡ് ചേർത്തിട്ടുള്ളൂ. അത് അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പ് ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം കൂടി മറന്നുപോയി, കുറച്ച് ഹണിയും കൂടി എന്നോട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഹണി മാത്രം ചേർത്തിട്ട് എനിക്കൊരു സ്വീറ്റ്നെസ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മുടെ സലാഡ്, ചിക്കൻ സലാഡ് റെഡി ആയിട്ടുണ്ട്. അതും ഞാൻ സലാഡ് കാണിച്ചിട്ട് സൈഡിൽ കൂടെ സ്വീറ്റ് പൊട്ടറ്റോ കൊടുക്കുന്ന എങ്ങനെയുണ്ടാ മുകളിൽ നോക്കറാ. അപ്പം ഞാൻ നമ്മുടെ സലാഡ് കാണിച്ചു തരാം. സംഭവം അടിപൊളിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് വീഡിയോ എടുത്തല്ലാത്തത് കൊണ്ട് ഒറ്റക്കിനെ എടുക്കണമല്ലോ. സംഭവം യമ്മിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സലാഡ് പുറത്തുനിന്നല്ലാണ്ട് ഹോം മെയ്ഡ് കഴിക്കുന്നത്. ഓക്കെ, അടിപൊളിയാണ്. ഇത് കുറച്ചും കൂടി മാറ്റം വരുത്താൻ നമുക്ക് ഹെൽത്തി സലാഡായിട്ട് യൂസ് ചെയ്യാം. ഇനിയും നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോൻ എന്നെ ശരിയാക്കും, അവന് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫൈനൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മളെ സലാഡിൻ്റെ ഫൈനൽ രൂപം. അപ്പം ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഹണീൻ്റെ സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ മയോണൈസിൻ്റെ ചെറിയ പുളി, ഇത് എഗ്ലെസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, പുളി അധികം ഇല്ല, എല്ലാം കൂടി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ സലാഡിൻ്റെ വീഡിയോ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 5-6 പ്രാവശ്യം വന്നല്ലേ സാറിൽ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് റിസൾട്ട് പറഞ്ഞു തരണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.